മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിനെതിരെ കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് ഇന്ന് വിധി പ്രസ്താവിച്ചത്. തൊണ്ടി മുതൽ നശിപ്പിച്ച കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് ഇന്ന് CJM കോടതി വ്യക്തമാക്കുകയാണ്. ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, വഞ്ചന, കള്ളത്തെളിവ് നിർമ്മിക്കൽ, വിശ്വാസവഞ്ചന, പൊതുവായ ഉദ്ദേശത്തോടെ ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തുക, പൊതുസേവകന്റെ നിയമലംഘനം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ജനപ്രാതിനിധ്യ നിയമപ്രകാരം തന്നെ ഇത്തരം കുറ്റങ്ങൾ തെളിഞ്ഞാൽ ആന്റണി രാജുവിന് 10 വർഷം കഠിന തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണുള്ളത്. 2 വർഷം ശിക്ഷ രണ്ട് വർഷത്തിലധികം ശിക്ഷ വിധിക്കുകയാണെങ്കിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം തന്നെ അയാളെ അയോഗ്യനാക്കേണ്ടി വരും. ഇത് മാത്രവുമല്ല, MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ CPM-ന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രിയായിരുന്ന ഒരാൾ ഒരിക്കൽ കൂടി ജയിലിലാകുന്നു എന്നുള്ള അപൂർവതയ്ക്ക് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ സാക്ഷിയാകും. 1990 നടന്ന കേസ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 19 വർഷത്തിന് മുൻപ് നെടുമങ്ങാട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസ്. ആ കേസിൽ ഹൈക്കോടതിയും സുപ്രീം കോടതി വരെ കയറിയിറങ്ങി തന്നെ വെള്ളപൂശാനായി ആന്റണി രാജു. ഒടുവിൽ നിയമത്തിന്റെ ആ ക്ഷേത്രത്തിൽ, നീതിയുടെ ക്ഷേത്രത്തിൽ ഒടുവിൽ അനിവാര്യമായി തിരിച്ചടി ആന്റണി രാജുവിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്രയും കാലം ആന്റണി രാജുവിനെ വെള്ളപൂശാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിന്റെയും പിണറായി സർക്കാരിന്റെയും മുഖത്തേറ്റ് തിരിച്ചടിയാണ് ഇന്നത്തെ കോടതി വിധി എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. ഒരു കോടതി പോലെ ഏറ്റവും പവിത്രമായ ഒരിടത്ത് ഏറ്റവും സേഫ് ലോക്കറിൽ വെച്ചിരുന്ന ഒരു തൊണ്ടി മുതൽ കണ്ടെടുക്കുകയും ആ തൊണ്ടി മുതൽ കൊള്ളയടിക്കുകയും പിന്നീട് അതിൽ വലിയ കൃത്രിമം നടത്തുകയും ചെയ്ത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ആന്റണി രാജു. ഒരു ജനപ്രതിനിധിയാവാൻ ഒരു യോഗ്യതയുമില്ലാത്ത വ്യക്തി. എന്നിട്ടും ഈ കുറ്റങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഘട്ടത്തിലും ഈ ആരോപണങ്ങൾ മാത്രമല്ല, ഈ കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും ഈ കേസിൽ പ്രതിയായിരിക്കുമ്പോഴും ആന്റണി രാജുവിനെ കേരളത്തിന്റെ മന്ത്രിസഭയിൽ അംഗമാക്കാനും കേരളത്തിലെ മന്ത്രിയാക്കാനുമാണ് പിണറായി സർക്കാർ ശ്രമിച്ചത്. അങ്ങനെ 2.5 വർഷക്കാലം മന്ത്രിയാക്കി, 2ാം തവണ വീണ്ടും MLA ആക്കി. അങ്ങനെ കേരളത്തിലെ ജുഡീഷ്യറിയുടെ മുഖത്ത് വെല്ലുവിളിച്ചുകൊണ്ട്, ജുഡീഷ്യറിയെ ഇളിച്ചു കാണിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണം നടത്തിയത്. ആ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് ഒടുവിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധിക്കുകയാണ്.